മമ്മൂട്ടിയുടെ ഇൻസ്പെക്ടർ ബൽറാം, ആവനാഴി എന്നീ സിനിമകൾ വീണ്ടും റിലീസിംഗിനായി ഒരുങ്ങുകയാണ്. മാരി സെൽവരാജിനെയും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായ വാഴയെയും അഭിനന്ദിച്ചുകൊണ്ട് മണിരത്നം രംഗത്ത് വന്നിരിക്കുകയാണ്. രായന്റെ വമ്പിച്ച വിജയത്തിൽ ഡബിൾ ചെക്ക് നൽകി സൺ പിക്ചേഴ്സ്. ധനുഷിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയിട്ടുള്ള രായൻ എന്ന സിനിമ ഇപ്പോൾ തന്നെ ലോക ബോക്സ് ഓഫീസിൽ 150 കോടി കളക്ഷൻ നേടി. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമാകുന്ന അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബറോസ് എന്ന സിനിമയുടെ റിലീസ് തീയതി വീണ്ടും നീട്ടിയിരിക്കുകയാണ്. ഈ ഒരു ഫാന്റസി അഡ്വഞ്ചർ ഫിലിമിന്റെ റിലീസ് തീയതി സെപ്റ്റംബർ 12 നിന്നും 2024 ഒക്ടോബർ 10 ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. 2021 ഹിറ്റ് സിനിമയായ കുറുപ്പിന്റെ തിരക്കഥാകൃത്തായിട്ടുള്ള ജിതിൻ കെ ജോസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സിനിമയിൽ മമ്മൂട്ടിയും ഒന്നിക്കുന്നു. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന സെപ്റ്റംബർ 10 ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പ്രേക്ഷക പ്രശംസയും തിയേറ്ററുകളിൽ വമ്പിച്ച ബോക്സ് ഓഫീസ് വിജയവും നേടിയിട്ടുള്ള മാളികപ്പുറം ടീമിന്റെ ഏറ്റവും പുതിയ ചിത്രം സുമതി വളവിന്റെ പൂജാ ചടങ്ങുകൾ പൂർത്തിയായി. ദുൽഖർ സൽമാന്റെ പാൻ ഇന്ത്യൻ ചിത്രം ലക്കി ഭാസ്കറിന്റെ റിലീസിംഗ് തീയതി ദീപാവലി ഒക്ടോബർ 31 മാറ്റിയിരിക്കുകയാണ്.